നമസ്തേ. ആരാണ് കുന്തി ദേവി? ഇപ്പോൾ വളരെ വലിയ രീതിയിൽ തന്നെ ഒരു വൈറൽ ചർച്ചാ വിഷയമായിരിക്കുന്ന പദമാണ് ഈ കുന്തി ദേവി. പലരും ഇതിനെ ഒരു നെഗറ്റീവായ അർത്ഥത്തിലൊക്കെയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് കുന്തി ദേവി എന്ന് മഹാഭാരതത്തിൽ നമുക്ക് കാണാനായി സാധിക്കും. മഹാഭാരതത്തിലെ പാണ്ഡു മഹാരാജന്റെ പത്നിയും പഞ്ചവ പാണ്ഡവരിലെ ആദ്യ 3 പേരുടെ അമ്മയുമാണ് കുന്തി. മഹാഭാരതത്തിലെ ആദ്യ പർവ്വത്തിൽ കുന്തി ദേവിയുടെ കഥ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ആരാണ് കുന്തി, കുന്തിയെ കാണാൻ എങ്ങനെയാണ്, അതായത് കുന്തിയുടെ ആകാരം എങ്ങനെയാണ് എന്നതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണല്ലോ ഇപ്പോഴത്തെ ആളുകളുടെ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. വരാം. യാദവ കുലത്തിലെ ശൂരസേനന്റെ പുത്രിയും കൃഷ്ണന്റെ പിതാവ് വസുദേവരുടെ സഹോദരിയുമാണ്. യദുകുല രാജനായ ശൂരസേനന്റെ മകളും വസുദേവരുടെ അനുജത്തിയുമാണ് പൃഥ. ഭൂമിയിൽ അവളോളം സൗന്ദര്യമുള്ള ഒരാൾ ജനിച്ചിട്ടില്ല എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അതായത് സൗന്ദര്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ് പൃഥ എന്ന ഇവൾ. മക്കളില്ലാതിരുന്ന കുന്തി ഭോജന് ശൂരസേനൻ പൃഥയെ ദത്തുപുത്രിയായി നൽകി കുന്തി ഭോജ മഹാരാജാവ് മകളായി ദത്തെടുത്ത ശേഷമാണ് ഈ കുന്തി എന്ന പേര് കിട്ടിയത്. ഭാഗവതത്തിലും ഇവരുടെ കഥ പറയുന്നുണ്ട്. ഹൈന്ദവ ആചാരങ്ങളിൽ പ്രത്യേകിച്ച് വൈഷ്ണവന്മാർക്കുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് ഈ കുന്തി എന്ന് പറയുന്നത്. ചെറുപ്പമായിരുന്നപ്പോൾ ദുർവാസാവ് മഹർഷി കുന്തിക്ക് ദേവതകളെ പ്രസാദിപ്പിക്കുന്നതിലൂടെ മക്കളെ ലഭിക്കുന്നതിനുള്ള ഒരു വരം നൽകിയിരുന്നു. ഈ വരത്തിൽ വിശ്വാസം വരാതെ പരീക്ഷണാർത്ഥം കുന്തി സൂര്യഭഗവാനെ വിളിക്കുകയുണ്ടായി. തൽഫലമായാണ് കർണൻ ജനിക്കുന്നത്. കുന്തി കർണനെ ഒരു കുട്ടയിലാക്കി നദിയിൽ ഉപേക്ഷിക്കുന്നു. പിൽക്കാലത്ത് ഹസ്തിനിപുരിയിലെ രാജാവായ പാണ്ഡുവിനെ കുന്തി വിവാഹം കഴിക്കുകയാണ്. പാണ്ഡുവിന് ശാപം നിമിത്തം മക്കൾ ഉണ്ടാകില്ലായിരുന്നു. കുന്തി തനിക്ക് ലഭിച്ച വരം ഉപയോഗിച്ച് യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ എന്നിവർക്ക് ജന്മം നൽകി. ഇതേ വരം ഉപയോഗിച്ചു തന്നെ മാദ്രിയും 2 പേർക്ക് ജന്മം നൽകുകയുണ്ടായി, നകുലനും സഹദേവനും. അങ്ങനെ കുന്തിയുടെ ജീവിതം ദുഃഖസമ്പൂർണമായിരുന്നു. കന്യകയായിരിക്കുമ്പോൾ മുതൽ കുന്തിക്ക് പുത്രദുഃഖം അനുഭവിക്കേണ്ടി വന്നു. കർണൻ ജനിച്ച ശേഷം തേജസ്വിയായ ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ മാത്രമാണ് കുന്തിക്ക് സാധിച്ചുള്ളൂ. അവനെ ലാളിക്കുവാനും വളർത്തുവാനുമുള്ള ഭാഗ്യം സിദ്ധിച്ചത് തേരാളിയായ അതിരഥനും രാധാദേവിക്കും ആയിരുന്നു. സ്വർണവർണ്ണമായ ആജന്മ കവച കുണ്ടലങ്ങൾ ധരിച്ചു വിളങ്ങിയിരുന്ന ആ ക്ഷത്രിയ ബാലന് സൂതനായാണ് എന്നാൽ വളരേണ്ടി വന്നത്. കുന്തി ഇതെല്ലാം ചാരന്മാരിലൂടെ അറിഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. ഇത് പുറത്തായാൽ, ഈ ഒരു സംഭവം പുറത്തായാൽ തൻ്റെ സൽപ്പേരിനും യശസ്സിനും കളങ്കമുണ്ടാകും എന്ന് കുന്തി വളരെ നല്ല രീതിയിൽ തന്നെ ഭയന്നിരുന്നു. യോദ്ധാക്കളുടെ അഭ്യാസ കളരിയിൽ വെച്ച് തൻ്റെ 4ാമത്തെ പുത്രനായ അർജുനനും പ്രഥമപുത്രനായ കർണനും പരസ്പരം കൊല്ലാൻ തയ്യാറെടുക്കുന്നത് കണ്ട് കുന്തി ദുഃഖം സഹിക്കവയ്യാതെ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ് ചെയ്തത്. കർണനെ പാണ്ഡവർ ജാതി പറഞ്ഞ് അവഹേളിച്ചിട്ടും കുന്തിക്ക് അവന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുവാൻ തോന്നാത്തത് കർണന്റെ ജീവിതം കൂടുതൽ അവതാളത്തിലാക്കി. കുന്തി അപ്പോൾ ആ വേദിയിൽ ഉണ്ടായിരുന്നതുമാണ്. കർണൻ എന്നേക്കുമായി ദുഷ്ടനായ ദുര്യോധനന്റെ കെണിയിൽ അകപ്പെട്ടു പോവുകയാണ്. കുന്തിക്ക് അതും കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പാണ്ഡുവുമായി കുടുംബജീവിതം ആരംഭിച്ച കുന്തിക്ക് ആ ബന്ധത്തെ തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞതുമില്ല. പാണ്ഡു മുനിശാപത്താൽ നേരത്തെ മരണപ്പെട്ടു. പാണ്ഡുവിന്റെ മറ്റൊരു ഭാര്യയായ മാദ്രിയിൽ ജനിച്ച നകുലൻ, സഹദേവൻ തുടങ്ങിയ ഇരട്ടക്കുട്ടികളെയും കുന്തിക്ക് തന്നെ വളർത്തേണ്ടതായി പിന്നീട് വന്നു. മാദ്രി രാജാവിനോടൊപ്പം മൃത്യു പൂകിയതാണ് ഇതിന് കാരണമായി പറയുന്നത്. അങ്ങനെ 5 മക്കളുമായി കുന്തി ഹസ്തിനപുരിയിൽ ചെന്ന് കയറുകയാണ്. എന്നാൽ അവിടെ വച്ച് ഭീമസേനൻ കൗരവരിൽ സ്പർദ്ധയുണ്ടാക്കി വയ്ക്കുകയാണ്. അത് കാരണം കൗരവർ കുന്തിയെയും മക്കളെയും നിരന്തരം ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൗരവരുടെ കുതന്ത്രങ്ങളാൽ പാണ്ഡവർക്ക് രാജയം ഉപേക്ഷിച്ച് വനവാസം ചെയ്യേണ്ടതായി വന്നു. അങ്ങനെ വനത്തിൽ ഭിക്ഷാടനം ചെയ്തുകൊണ്ട് അവർ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് പാഞ്ചാലി സ്വയംവരത്തിൽ പാണ്ഡവർ പാഞ്ചാലിയെ നേടിയത്. രാജപുത്രിയായി രാജകൊട്ടാരത്തിൽ കഴിയേണ്ട പാണ്ഡവർ വനത്തിലെ കുടിലിൽ അന്തി ഉറങ്ങി. തുടർന്ന് ധ്രുപദന്റെ ഇടപെടൽ കാരണം പാണ്ഡവർക്ക് രാജ്യം തിരികെ ലഭിച്ചുവെങ്കിലും കൗരവരുടെയും ദുര്യോധനന്റെയും ചൂതാട്ടത്തിൽ വീണ്ടും വനവാസികളാകേണ്ടി അവർക്ക് വന്നു. അങ്ങനെ 12 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും പാണ്ഡവർ അനുഭവിക്കുന്നതിനും കുന്തി മൂകസാക്ഷിയാകേണ്ടി വന്നു. സ്വന്തം മക്കളുടെ ഭാഗ്യഹീനതയും ദുർവിധിയും ഓർത്ത് ആ മാതാവ്
അത്യന്തം ദുഃഖിച്ചു. അതിനുശേഷം നടന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ കൃഷ്ണന്റെ സഹായത്താൽ വല്ലപാടും പാണ്ഡവർ വിജയം നേടി എങ്കിലും കുന്തിക്ക് ദുഃഖം വർദ്ധിച്ചതേയുള്ളൂ. അതിനും കാരണമുണ്ട്. തൻ്റെ പ്രഥമപുത്രനായ കർണൻ അനുജനായ അർജുനന്റെ കരങ്ങളാൽ മരണമടഞ്ഞതാണ് കുന്തിയെ അത്യധികമായി ദുഃഖിപ്പിച്ചത്. അതോടുകൂടി ഗാന്ധാരിക്ക് സമാനമായ പുത്രദുഃഖം കുന്തിക്കും ഉണ്ടാകുകയാണ്. രാജകൊട്ടാരത്തിൽ മക്കളുടെ ഐശ്വര്യം ഭുജിച്ച വളരെ സന്തോഷത്തോടു കൂടി വാഴുവാൻ കുന്തിക്ക് കഴിഞ്ഞില്ല. കർണന് വേണ്ടി കുന്തി ദിവസവും ശ്രാദ്ധകർമ്മങ്ങളും ദാനവും ചെയ്തുകൊണ്ട് മൗനമായി വസിച്ചു. തുടർന്ന് ഭീമന്റെ ദർശനം കൊണ്ട് മനസ്സിടിഞ്ഞ് ഗാന്ധാരിയും ധൃതരാഷ്ട്രരും വനത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒപ്പം കുന്തിയും കൂടി. ആർക്കും കുന്തിയെ പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല. കർണൻ മരിച്ച ദുഃഖമായിരുന്നു കുന്തിയെ അതിന് പ്രേരിപ്പിച്ചത്. കർണന്റെ നാമം മറക്കരുത് എന്നും സഹദേവനെ നന്നായി നോക്കണമെന്നും ധർമ്മപുത്രരെ ചട്ടം കെട്ടിയിട്ട് കുന്തി വനത്തിലേക്ക് യാത്രയാകുകയാണ്. അതിന്റെ 3-ാം വർഷം ഒരു കാട്ടുതീയിൽപ്പെട്ട് അവൾ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രരോടും ജ്യേഷ്ഠത്തിയായ ഗാന്ധാരിയോടും ഒപ്പം മരണമടഞ്ഞു. അതോടുകൂടി കുന്തിയുടെ നിർഭാഗ്യകരമായ ആ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ കുന്തി ദേവിയെ പറ്റി മഹാഭാരതത്തിൽ പറയുന്ന ഒരു കഥ അല്ലെങ്കിൽ ഐതിഹ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വളരെ സഹനശക്തിയുള്ള ഒരു സ്ത്രീയായി, ഒരു സ്ത്രീ ശക്തിയായി തന്നെയാണ് മഹാഭാരതത്തിൽ കുന്തി ദേവിയെ വിവരിക്കുന്നത്. ഈ കുന്തി ദേവി ഒരിക്കലും വിചാരിച്ച് കാണില്ല ഇവരിങ്ങനെ 2025 അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വീണ്ടും ഇങ്ങനെ ചർച്ചാ വിഷയം ആകുമെന്ന്. ഈ ഒരു ആധുനിക കാലത്ത് വീണ്ടും കുന്തിദേവി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആരാണ് കുന്തിദേവി എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. നമസ്തേ.